NSCN-IM-ന്റെ മണിപ്പൂർ ഹെഡ് ക്വാർട്ടേഴ്സാണ്. അവരുടെ കേഡർ സ്ട്രെങ്ത് 10,000-ന് മുകളിലാണ്. ഇന്ത്യൻ ആർമിയായിട്ട് യുദ്ധം ചെയ്തിട്ട് ആർമിക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റിയില്ല. സോ ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് സ്ട്രെങ്ത് ദേ ഹാവ്. ലക്ഷ്മികാന്തിലൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഇതാണ് അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ ഒന്ന് വായിച്ചിട്ടുണ്ടാവും. പക്ഷേ വേറൊരു സാറിനെ പറ്റിയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർസാവൾ ഡിസ്ട്രിക്റ്റിൽ ആദ്യമായിട്ട് ഒരു ഇലക്ഷൻ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നടത്തിയ ഒരാളാണ്. അവിടെ ഇലക്ഷൻ ഓഫീസില്ല, ഇലക്ഷന് വിടാൻ പോളിംഗ് സ്റ്റാഫില്ല, പോളിംഗ് സ്റ്റാഫിന് പോകാൻ വണ്ടിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ഒന്നേന്ന് തുടങ്ങണം. ഇവരെന്ത് ചെയ്യും? ഇവർ ആളുകളെ പോയി കൺവിൻസ് ചെയ്തുകൊണ്ട് വരും. കൺവിൻസ് ചെയ്തുകൊണ്ട് വന്നിട്ട് ആ ഗ്രൂപ്പിൽ നമ്മളൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ട് അവരെ ടോക്സിനെ വിളിക്കും. ടോക്സിനെ വിളിച്ചിട്ട് നമ്മൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഓഫറുകൾ കൊടുക്കും. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ LJPയുടെ സിനിമകളൊക്കെ ഉണ്ടല്ലോ, ജല്ലിക്കെട്ടിൻ്റെയൊക്കെ അവസാനത്തെ മനുഷ്യൻ്റെ എക്സ്ട്രീം വൈൽഡർനെസ്സിലൂടെയൊക്കെ നമ്മൾ കാണുന്ന അതുപോലുള്ള ആളുകളെയൊക്കെ നമ്മൾ നേരിട്ട് കാണാം. ഓറഞ്ച് ജ്യൂസേ വരുള്ളൂ. അതിന് എത്ര അമർത്തി സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് ആപ്പിൾ ജ്യൂസ് വരത്തില്ല. നമ്മൾ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മുടെ റിയൽ നമ്മളാണ് പുറത്തു വരുന്നത്. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എത്ര പേർക്ക് 12 മണിക്കൂർ വെച്ചിട്ട് ഉറക്കം ഉണഞ്ഞിരുന്ന് പഠിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പൊതുവേ നോർത്ത് ഈസ്റ്റ് കിട്ടുന്ന ആളുകളുടെ അടുത്തെല്ലാം ബാക്കിയുള്ള സ്റ്റേറ്റ് കിട്ടിയിട്ടുള്ള ആൾക്കാരെല്ലാം ഒരു സഹതാപ അനുഭൂതിയോടെയാണ് നോക്കുന്നത്. എന്നാലും പ്രിയപ്പെട്ട ജയകാന്ത, നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ എന്നുള്ള രീതിയിൽ പൊതുവെ ആൾക്കാരൊക്കെ കാണും. അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന ആൾക്കാർ വരും. അപ്പോൾ അവർ പറയും ഇത് അത്ര മോശം സ്ഥലമല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തുള്ളൊരു ഇഷ്യൂസ് അവിടെ ഉണ്ടാവില്ല. ഇതിപ്പം മെയിൻ സ്ട്രീം സ്റ്റേറ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹരിയാനയാണ്, UP ആണ്. അവിടെ ഭയങ്കര കോമ്പറ്റീഷനാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയില്ല. ഒരുപാട് പാരാമീറ്റേഴ്സ് ഇങ്ങനെ സ്കെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരുപാട് ഇൻഡെക്സസ് ഉണ്ട്. ഇതിനകത്തെല്ലാം ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിനകത്ത് മിസ് അവിടെ പറഞ്ഞതുപോലെ ഈ ഫസ്റ്റ് റാങ്ക് മേടിക്കുക എന്ന് പറയുന്ന ശീലമായിട്ടുള്ള വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അവരുടെ പേര് രണ്ടാമതങ്ങോട്ട് വരുന്നത് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇവർ പണിയെടുത്ത് മരിക്കും, സ്റ്റാഫിനെ കൊണ്ട് പണിയെടുപ്പിച്ച് മരിക്കും. നോർത്ത് ഈസ്റ്റിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. നമ്മൾ ആരും കോമ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മളെല്ലാവരും ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഇതാണ് അവിടുത്തെ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. യു ഡോണ്ട് ഹാവ് വർക്ക് പ്രഷർ. ആവശ്യത്തിന് സമയം കിട്ടും. രാവിലെ 10-11 മണിയാകുമ്പോൾ പോയാൽ മതി. ഒരു 3-4 മണിയാകുമ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കാരെല്ലാം പോകും. കളക്ടർ അവിടെ ഉണ്ടോ ഇല്ലയോ ഇതൊന്നും മാത്രമല്ല, നമുക്ക് വീട്ടിൽ വന്നിരിക്കാം. അവിടുത്തെ ആളുകൾ ചോദിക്കും, പോകുന്നില്ലേ സാർ, വീട്ടിൽ പൊക്കൂടെ, നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്നൂടെ? ഇതാണ് നോർത്ത് ഈസ്റ്റിൻ്റെ അവിടുത്തെ ആളുകളുടെ രീതി. എങ്ങനെയാണ്? ദേ ആർ നോട്ട് യൂസ്ഡ് ടു ദീസ് കൈൻഡ് ഓഫ് വർക്കഹോളിസം. അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എന്തിനാണ് പണിയെടുക്കുന്നത്? സന്തോഷമായിട്ട് ജീവിക്കാൻ. അവർ പണിയെടുക്കാതെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പിന്നെ എന്തിനാണ് അതിനെ നമ്മൾ കുറ്റം പറയുന്നത്? സോ ഈ കൈൻഡ് ഓഫ് തിങ്സ് ഉണ്ട്. പിന്നെ ഭയങ്കര ഡൈവേഴ്സാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ LJPയുടെ സിനിമകളൊക്കെ ഉണ്ടല്ലോ, ജല്ലിക്കെട്ടിൻ്റെയൊക്കെ അവസാനത്തെ മനുഷ്യൻ്റെ എക്സ്ട്രീം വൈൽഡർനെസ്സിലൂടെയൊക്കെ നമ്മൾ കാണുന്ന അതുപോലുള്ള ആളുകളെയൊക്കെ നമ്മൾ നേരിട്ട് കാണാം. തെരുവിലൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര ഡീമോട്ടിവേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ നോർത്ത് ഈസ്റ്റിന് ഇങ്ങനത്തെ ഉള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ യു ഹാവ് നോർത്ത് ഈസ്റ്റേൺ അലവൻസ്. ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ കാശ് മേടിക്കാം. ഇവിടെ കിട്ടത്തില്ല. നിർമ്മലാജി പുതിയ ടാക്സ് ബ്രാക്കറ്റ് പ്രഖ്യാപിച്ചു. ബാക്കിയുള്ളവരെല്ലാവരും ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആയി. ഞങ്ങൾ നോർത്ത് ഈസ്റ്റിലുള്ള കോടീശ്വരന്മാർ ഇപ്പോഴും ടാക്സ് ബ്രാക്കറ്റിൻ്റെ അകത്താണ്. സോ യു ഹാവ് അഡ്വാൻറ്റേജ്. പിന്നെ അത്യാവശ്യം ലീവൊക്കെ കിട്ടും. പൊതുവെ ആളുകളല്ല, ഇൻഫോർമലാണ്. അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻ എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് നോർത്ത് ഈസ്റ്റ് നല്ലതാണ്. അല്ല, നിങ്ങൾ വരുമ്പോഴത്തേക്ക് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, എല്ലാവരും സല്യൂട്ട് ചെയ്യണം. നിങ്ങൾ ഒരാളെ തെറി വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങനെ നിൽക്കണം. ക്ഷമിക്കണം മാഡം, ക്ഷമിക്കണം സാർ എന്ന് പറയുന്നത് കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പീപ്പിൾ ചേഞ്ച്. ഇവിടെ ഇരുന്ന് സോഷ്യലിസം പറയുന്ന പല ആൾക്കാരും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഫ്യൂഡലിസവും ക്യാപിറ്റലിസവും ഒക്കെ പറയും. കാരണം കേരളത്തിൽ നമ്മുടെ പൊളിറ്റിക്കൽ സോഷ്യൽ എൻവയോൺമെന്റ് അല്ല പുറത്തെത്തി കഴിയുമ്പോഴത്തേക്ക്. ഇഫ് യു വാണ്ട് ടു ടെസ്റ്റ് എ പേഴ്സൺ, ഗിവ് ഹിം പവർ നൗ. Anybody can, like anybody with some kind of perseverance or determination can withstand failure. Not everybody can withstand power. പവർ നിങ്ങളുടെ റിയൽ ടെസ്റ്റാണ്. പവർ കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണോ കാണിക്കുന്നത്. നമ്മൾ പറയാം ആളുകൾ മാറിപ്പോയി, പണ്ട് ഭയങ്കര നല്ല മനുഷ്യരായിരുന്നു, ഇപ്പൊ കണ്ടോ കാണിക്കുന്നത്? അങ്ങനെയല്ല.
അതായിരുന്നു അവരുടെ റിയൽ. അത്രയും നാൾ അവർ കാണിച്ചുകൊണ്ടിരുന്നത് അവരുടെ മാസ്ക് ആയിരുന്നു. ഇവിടെ തന്നെ ഹോണസ്റ്റ് ആയിട്ട് എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ സൊസൈറ്റിക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വന്നതെന്ന് പറയാൻ പറ്റും? സൊസൈറ്റിക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഫാണ്, നോട്ട് ഫുള്ളി കോൺഫിഡൻറ്റ്. മെജോറിറ്റി അല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന സംഭവം അതാണ്. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എത്ര പേർക്ക് 12 മണിക്കൂർ വെച്ചിട്ട് ഉറക്കം ഉണഞ്ഞിരുന്ന് പഠിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എനിബഡി ക്യാൻ സെർവ് സൊസൈറ്റി. സിവിൽ സർവൻ്റ് തന്നെ ആകണം എന്ന് വരും. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കരിയറിൻ്റെ ലൈഫിൻ്റെ പ്രൈം ടൈം, അത് ബാക്കി എല്ലാവരും ഫ്ലറിഷ് ചെയ്യുന്ന സമയം നമ്മൾ കളഞ്ഞിട്ട്, ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യല്ല കേട്ടോ, ഐ എം ബീയിങ് ഹോണസ്റ്റ്. എത്ര പേര് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഐ ഡൗട്ട്. ഉള്ളവരുണ്ട്, കമ്മിറ്റ്മെൻ്റ് ഉള്ളവരുണ്ട്, ചെയ്യുന്നുണ്ട്, നോട്ട് മെജോറിറ്റി. എത്ര പറഞ്ഞു കഴിഞ്ഞാലും പഠിക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ്. നമുക്ക് കിട്ടുന്ന സ്റ്റാറ്റസ്, നമുക്ക് കിട്ടുന്ന റെസ്പെക്ട്. എത്രയോ പേരുണ്ട്, എനിക്കാന്ന് ആരോ പറയുന്ന കേട്ടു, എവിടെയൊക്കെയോ ആരൊക്കെയോ നമ്മുടെ അടുത്ത് പറഞ്ഞു നിന്നെ കൊണ്ട് കൊള്ളില്ല, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, നിന്നെ ഹേർട്ട് ചെയ്ത ആൾക്കാർ, നമ്മൾ കൊള്ളില്ല എന്ന് പറഞ്ഞ ആൾക്കാർ, ഇവരുടെ എല്ലാം മുമ്പിൽ ആളാവാനാണ് മിക്ക ആൾക്കാരും പഠിക്കുന്നത്. നമ്മുടെ ഉള്ളിലാ കിടക്കുന്ന, നമ്മളെ ഉറങ്ങാൻ പ്രേരിപ്പിക്കാതെ നമ്മളെ പിടിച്ചിരുന്ന ആ വാശി അവിടെ നിന്നാണ് വന്നത്. ദാറ്റ് ഇസ് ദ റിയാലിറ്റി. യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പഠിക്കുന്നത്, അപ്പോൾ ഇത് നിങ്ങൾ പവർ നിങ്ങളുടെ കൈ കിട്ടിക്കഴിയുമ്പോഴും നിങ്ങൾ ഇത് തന്നെ കാണിക്കുള്ളൂ. അതിനകത്തോട്ട് മാറി പെട്ടെന്ന് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നന്മയൊന്നും ചെയ്യാൻ പാടില്ല. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ വർക്ക്, ഇറ്റ്സ് എ ജോബ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജോലിയാണ്, നിങ്ങളത് ചെയ്തേ പറ്റൂ. നിങ്ങളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് അക്കൗണ്ടബിലിറ്റി മെക്കാനിസം. സംബഡി വിൽ സെൻഷർ യു. മീഡിയ ഉണ്ട്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, കോടതിയുണ്ട്, പബ്ലിക് ഉണ്ട്. അവർ ചോദ്യം ചെയ്യും, എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല? ഇത് നിങ്ങളുടെ പണിയാണ്. അത് ഉള്ളിൽ നിന്ന് ചെയ്യുന്നോ പുറത്ത് അല്ലാതെ ചെയ്യുന്നോ എന്നൊക്കെ ഉള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ. പക്ഷെ നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആകുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ പുറത്തു വരുള്ളൂ. എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്, ഓറഞ്ച് സ്ക്വീസ് ചെയ്യുകയാണെങ്കിൽ ഓറഞ്ച് ജ്യൂസേ വരുള്ളൂ. അതിന് എത്ര അമർത്തി സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് ആപ്പിൾ ജ്യൂസ് വരത്തില്ല. നമ്മൾ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മുടെ റിയൽ നമ്മളാണ് പുറത്തു വരുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യണമെന്ന് വിചാരിക്കുക. ആരുടെയൊക്കെ കണ്ണൊക്കെ നിറയുന്നു. നിങ്ങളുടെ അടുത്ത് വരുന്ന കുറേ ഇൻജസ്റ്റിസ് നിങ്ങളിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്നും പറയുന്നില്ല, അത് നിങ്ങളുടെ മാന്യത. കുറേ ആയി നിങ്ങളുടെ ലിമിറ്റുകൾ പലതും ബ്രീച്ച് ചെയ്യപ്പെട്ടു. അവസാനം ഒരു പോയിന്റിൽ നിങ്ങൾ പൊട്ടിത്തെറിച്ചു. നിങ്ങൾക്ക് പറയാനുണ്ടായിരുന്ന എല്ലാം നിങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി പറയണ്ടായിരുന്നു, മോശമായി പോയി, അത്രയൊക്കെ. അപ്പോൾ പറയും, ആ പോട്ടെ, സാരമില്ല, ഞാനത് അന്നേരത്തെ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണെന്ന്. ഒന്നുമല്ല, അത്രയും നാൾ പറയാനായിട്ട് കാത്തു വെച്ചിരുന്ന കാര്യങ്ങളാണ് ആ വിളിച്ചു പറഞ്ഞത്. ദാറ്റ് ഈസ് ദ റിയൽ അസ്. ബാക്കിയുള്ള എല്ലാം നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ നമ്മൾ അണിയുന്ന മാസ്കുകളാണ്. ഈ പറഞ്ഞ സംഭവം തന്നെയാണ്. വെൻ യു ഹാവ് പവർ, യുവർ റിയൽ സെൽഫ് വിൽ കം ഔട്ട്. അത് UPSCക്ക് ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കഴിഞ്ഞ വർഷം ഒരു കുട്ടിയുടെ കേസ് കണ്ടില്ലായിരുന്നു, UPSC അവസാനം പുറത്താക്കിയ പൂജ. ഹൗ ദിസ് ഹാപ്പൻഡ്? എത്തിക്സിനൊക്കെ ഭയങ്കര മാർക്കുള്ള ആളായിരിക്കും, UPSC ഇന്റർവ്യൂ ബോർഡ് ക്ലിയർ ചെയ്ത ആളാണ്. ഹൗ? ദാറ്റ് വാസ് എ റിയൽ സെൽഫ്. നമുക്കൊരു എക്സാം നടത്തിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് തെരഞ്ഞു പിടിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ തെരഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ മാറില്ല എന്ന് ഉറപ്പ്. നമ്മളെല്ലാം നല്ല ആക്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ പറയാം, അല്ല ഞാൻ ഭയങ്കര ജെനുവിനാണ്, ഞാൻ എല്ലായിടത്തും അങ്ങനെയാണ് നിൽക്കുന്നത്. നിങ്ങൾ ക്ലാസ്സിൽ ബിഹേവ് ചെയ്യുന്ന കണക്കാണോ പേരൻസിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്? ഒരു വളരെ സീനിയർ ആയിട്ടുള്ള റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ ഒരു മിനിസ്റ്ററെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെയാണോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്? നിങ്ങൾക്ക് 2 ബോയ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ 2 പേർക്ക് 2 രീതിയിലല്ലേ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആക്ട് ചെയ്യല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? വി ആർ ഗുഡ് ആക്ടേഴ്സ് ബൈ നേച്ചർ. ഹ്യൂമൻസ് ആർ ആക്ടർ. ആരാ പറഞ്ഞത്? ഷേക്സ്പിയർ. സോ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഹാപ്പൻ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താണോ നമ്മളുടെ കയ്യിലുള്ളത്, ഇതാണ് നമ്മൾ പുറത്തെടുക്കുക. നമ്മൾ ലക്ഷ്മികാന്തിലൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഇതാണ് അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ ഒന്ന് വായിച്ചിട്ടുണ്ടാവും. പക്ഷേ വേറൊരു സാറിനെ പറ്റിയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫർസാവൾ ഡിസ്ട്രിക്റ്റിൽ ആദ്യമായിട്ട് ഒരു ഇലക്ഷൻ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നടത്തിയ ഒരാളാണ്. അപ്പോൾ ആ ഒരു അവിടെ ആദ്യമായിട്ടാണ് ഒരു ഇലക്ഷൻ സിസ്റ്റം തന്നെ നടക്കുന്നത്. അത് കംപ്ലീറ്റ്ലി നേതൃത്വം കൊടുത്ത് നടത്തിയതാണ് സാറ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു.
അതായത് ഫെർസോൾ എന്ന് പറയുന്നത് എന്നെ പോസ്റ്റ് ചെയ്ത ആ ഡിസ്ട്രിക്റ്റ് കമ്പാരിറ്റീവ്ലി ന്യൂ ആണ്. 2016 ഇത് കാർവ് ഔട്ട് ചെയ്തത്. ഇത് പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ടാണ് പുതിയ ഡിസ്ട്രിക്റ്റ് ഉണ്ടാക്കിയത്. പക്ഷേ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറോ ഫെസിലിറ്റീസോ ഒന്നുമില്ല. അപ്പോൾ യൂഷ്വലി ഇതിൻ്റെ മദർ ഡിസ്ട്രിക്റ്റ് ആണ് ഇലക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പുതിയ ചീഫ് ഇലക്ഷൻ ഓഫീസർ വന്നു. പുള്ളിക്ക് മനസ്സിലായി ഈ ക്രൈസിസ് സിറ്റുവേഷനിൽ മദർ ഡിസ്ട്രിക്റ്റിനെ ഓവർ ബർഡൻ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ലൈക്ക് ഇറ്റ്സ് എ ടാസ്ക്. അവരെ കൊണ്ട് അത്രയും ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പുള്ളി പുതിയ ഡിസ്ട്രിക്റ്റുകളെല്ലാം ഇലക്ഷൻ ഡിസ്ട്രിക്റ്റുകളായിട്ട് ഡിക്ലെയർ ചെയ്തു. അങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ട് അപ്പോൾ ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി എന്നെ ആ ഡിസ്ട്രിക്റ്റിലോട്ട് വിടുന്നത്. അപ്പോൾ ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫേസ് ചെയ്ത ആദ്യത്തെ പ്രശ്നം, അവിടെ ഇലക്ഷൻ ഓഫീസില്ല, ഇലക്ഷന് വിടാൻ പോളിംഗ് സ്റ്റാഫില്ല, പോളിംഗ് സ്റ്റാഫിന് പോകാൻ വണ്ടിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ഒന്നേന്ന് തുടങ്ങണം. അപ്പോൾ നമ്മൾ അതിനൊരു സ്ട്രാറ്റജി ഡിവൈസ് ചെയ്തു. മണിപ്പൂരിന് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഫ്ലെക്സിബിലിറ്റി തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇലക്ഷൻ എങ്ങനെ നടത്തണം എന്ന് നമുക്ക് തീരുമാനിക്കാം. ഒരേ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ഇലക്ഷൻ നടത്താം. അപ്പോൾ നമ്മൾ പ്രപ്പോസ് ചെയ്തു ഇതിൻ്റെ മദർ ഡിസ്ട്രിക്റ്റിനും ഇതിൻ്റെ പുതിയ ഡിസ്ട്രിക്റ്റുകൾക്കും പുതിയ ന്യൂ ഡിസ്ട്രിക്റ്റുകൾക്കും 2 ദിവസം ഇലക്ഷൻ, ഒരാഴ്ചത്തെ ഗ്യാപ്പിൽ 2 ദിവസം ഇലക്ഷൻ നടത്താം എന്ന് നമ്മൾ പ്രപ്പോസ് ചെയ്തു. ഇലക്ഷൻ കമ്മീഷൻ അത് അക്സെപ്റ്റ് ചെയ്തു. ദേ ആർ വെരി കൈൻഡ് ഇനഫ്. ആൻഡ് ഫേസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടികളില്ല. അപ്പോൾ അവർ പറഞ്ഞു അസാമിൽ നിന്ന് നമ്മൾ വണ്ടികൾ കളക്ട് ചെയ്തിട്ട് ഓരോ ഡിസ്ട്രിക്റ്റിലോട്ടും അയക്കുന്നുണ്ട്, വേണ്ട വണ്ടികളുടെ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. അയച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്റ്റാഫ് പറഞ്ഞു സാറേ ഇതൊക്കെ സ്ഥിരം പരിപാടിയെ വരത്തില്ല, നോക്കണ്ട. അപ്പോൾ മറ്റേ ഡിസ്ട്രിക്റ്റ് അവർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടിയുണ്ട്, അവർ അക്വയർ ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടികളുണ്ട്, ആ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് നമ്മൾ ചൂണ്ടിയിട്ട് ഇവരെല്ലാം നമ്മൾ വീണ്ടും എൻഗേജ് ചെയ്തു. അപ്പോൾ വണ്ടികൾ ഒരിടത്ത് പോയിട്ട് രണ്ടാമത്തെ സ്ഥലത്തോട്ടും പോകാം, കുഴപ്പമില്ല, കാരണം അവർക്ക് എക്സ്ട്രാ പൈസ കിട്ടും. ആൾക്കാർ പോകില്ല. 2 ദിവസം ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര TDS ആയിട്ടുള്ള ബോറിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. അതിൻ്റെ ട്രെയിനിങ്, അതിൻ്റെ ഓരോ സെഷൻസും ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇലക്ഷൻ്റെ ഇപ്പം കേരളത്തിലാണെങ്കിൽ തന്നെ തലേന്ന് വരണം, തലേന്ന് വന്നിട്ട് ഈ പോളിംഗ് മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം മേടിച്ചുകൊണ്ട് തലേന്ന് രാത്രി പോകണം, പോളിംഗ് ബൂത്തിൽ പോയി താമസിക്കണം. മണിപ്പൂർ എന്ന് പറയുമ്പോഴത്തേക്ക് ആലോചിച്ച് നോക്കും, 2-3 ദിവസം മുമ്പിട്ടാണ് അവർ പോകുന്നത്. പോയി ഒരു ഇലക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് വന്നതിൻ്റെ അടുത്ത ദിവസം അടുത്ത ഡിസ്ട്രിക്റ്റിൽ പോകണമെന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല. അത്യാവശ്യം പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പേഴ്സണലി ചെന്നവരെ കൺവിൻസ് ചെയ്തു. അവർക്ക് ട്രെയിനിങ്ങിന് നമ്മൾ ഫ്ലെക്സിബിലിറ്റി കൊടുത്തു. കാരണം ഒരിടത്ത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ്, അവർ വീണ്ടും വന്നിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പ്രത്യേക പെർമിഷൻ വാങ്ങിയിട്ട് അവർക്കെല്ലാവർക്കും ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പോളിംഗ് സ്റ്റേഷനിലോട്ട് അവരെല്ലാം അയക്കാം എന്ന് നമ്മൾ അപ്രൂവൽ എടുത്തു. പിന്നെ ഏറ്റവും വലിയ ടാസ്ക് വെഹിക്കിൾസ്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മോഡിൽ ഇലക്ഷൻ പാർട്ടിയെ ഡിസ്പോസ് ചെയ്തത് ഞാനായിരിക്കും. നമുക്ക് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെൽപ്പ് കിട്ടി. അപ്പോൾ അവർ ഹെലികോപ്റ്ററുമായിട്ട് വന്നു. എനിക്ക് തോന്നുന്നൊരു 30% മുകളിൽ പോളിംഗ് സ്റ്റേഷനിലോട്ട് ആളെ കൊണ്ടുപോയത് അവർ തന്നെയാണ്. 2 ദിവസം അങ്ങോട്ട് 2 ദിവസം ഇങ്ങോട്ടുമായിട്ട് അവർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതിനുശേഷം ബാക്കി നമ്മൾ വെഹിക്കിൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്തു. കുറച്ച് ആൾക്കാർ നടന്നിട്ടാണ് പോയത്. ഒരു 10-30 കിലോമീറ്ററൊക്കെ പോളിംഗ് സാമഗ്രികൾ കൊണ്ട് നടന്നുപോയി. ചില ആൾക്കാർ വള്ളത്തിലാണ് പോയത്. ഞാൻ ഇലക്ഷൻ കമ്മീഷൻ ആക്ച്വലി ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ ബഹളമൊന്നും ഇല്ലാതെ, ആർഭാടമൊന്നും ഇല്ലാതെ, സമാധാനപരമായിട്ട് കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഓരോ സ്റ്റേജിലും എന്ത് ചെയ്യണം. ആൻഡ് ബേസിക്കലി ഐ ട്രസ്റ്റ് പീപ്പിൾ. അതായത് നമ്മൾ സംശയത്തോടെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആളുകളും അതേ രീതിയിലേ പ്രതികരിക്കുള്ളൂ. നമ്മളവരെ വിശ്വസിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു നോ ദം. നമ്മൾ ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവരെ നമ്മൾ ടാസ്കുകൾ ഏൽപ്പിക്കുക. സിവിൽ സർവൻറ്റിൻ്റെ പണി എന്ന് പറയുമ്പോഴത്തേക്ക് പീപ്പിൾ മാനേജ്മെൻ്റ് ആണ്. പ്രോപ്പറായിട്ട് ആളുകളെ മാനേജ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ യുവർ ടാസ്ക് ഇസ് ഡൺ. അതായത് നമ്മൾക്ക് തന്നെ ഈ പെർഫെക്ഷനിസം ഒക്കെ വേണ്ടുന്ന ആൾക്കാരുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലൂടെ തന്നെ പോകണം, ഞാൻ ചെയ്തു കഴിഞ്ഞാലേ ശരിയാവുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ആളുകളെ കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് യു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. റിസ്ക് അവരെടുക്കില്ല. യു ടേക്ക് ദ റിസ്ക്, ദേ വിൽ പെർഫോം. People are basically good. You should know how to maneuver them, how to manage them. Provided ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലീഡർഷിപ്പ് അവർക്ക് ആളുകളെ കംഫർട്ടബിൾ ആക്കിയാലാണ് ആളുകൾ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാനാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. നമ്മളവരുടെ അടുത്ത് ഭയങ്കര എന്താ പറയുക ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, പൊതുവേ ഈ ഒരു ഇലക്ഷൻ്റെ സമയം കളക്ടേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ 2 പേര് അപ്പുറത്ത് പുറത്ത് നിന്നിട്ട് ഇങ്ങനെ തണുപ്പിച്ചുകൊണ്ടിരിക്കണം. ഈ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സാണ്. അപ്പം മേളിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള പ്രഷർ വരും. ഈ പ്രഷർ നമ്മൾ അവർക്ക് കൊടുക്കാതിരിക്കുക.
അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ അറിഞ്ഞിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ ഏൽപ്പിക്കുക. പീപ്പിൾ വിൽ ഡു. നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളിവിടെ ഇലക്ഷൻ നടത്തിയിട്ടുള്ള അവർ വർഷങ്ങളായിട്ട് ഇലക്ഷൻ നടത്തുന്ന ആൾക്കാരല്ലേ സ്റ്റാഫ്. ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് ആദ്യം തന്നൊരു അഡ്വൈസ് ആയിരുന്നു, ഇലക്ഷൻ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്, അതിനകത്ത് നിങ്ങൾ വലിയ അഡ്വഞ്ചർ ഒന്നും കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് നടന്നോളൂ, കുളമാക്കരുത്, അതങ്ങനെ നടന്നു പോയിക്കോട്ടെ. ആ അഡ്വൈസ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെയും സഹകരണം ഭയങ്കര നല്ലതായിരുന്നു. അങ്ങനെ ഭംഗിയായിട്ട് ഇലക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. റീപോളൊന്നും ഉണ്ടായില്ല. നമ്മുടെ സക്സസ് തീരുമാനിക്കുന്ന റീപോൾ ഉണ്ടാകാതിരിക്കുമ്പോഴാണ്. റീപോളൊന്നും ഇല്ലാതെ പിന്നെ ബേസിക്കലി നോബഡി കെയർസ് അവിടെ ആരാണ് മത്സരിക്കുന്നത് എന്നുള്ള ആളുകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരും ഫോർച്ചുനേറ്റ്ലി മത്സരിച്ചില്ല. അപ്പോൾ ആരാ മത്സരിക്കുന്നത്? ആർക്കെങ്കിലും പോവുക, വോട്ട് ചെയ്തിട്ട് വരിക. അപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 2 പേര് മത്സരിക്കുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ വേറെ ഹാവ് ബീൻ ഫൈറ്റ്. ചലഞ്ചായിരുന്നാണ്. ഇനി അതാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. അസംബ്ലി ഇലക്ഷൻ ഇസ് ഗോയിങ് ടു ബി എ ബിഗസ്റ്റ് ടാസ്ക്. അതിന് ഉടനെ വരാതിരിക്കട്ടെ, 2 വർഷം എങ്ങനെയെങ്കിലുമൊക്കെ അവർ തള്ളി നീക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നു. ഇന്റേണൽ സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിച്ചത് അവിടുത്തെ മിലിറ്റന്റ് ഓർഗനൈസേഷൻസ്, ഇൻസർജൻസി ഇഷ്യൂസ്, ഇങ്ങനത്തുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്, ആരാണ് ഈ പ്ലെയേഴ്സ് എന്ന് അറിയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. NSC and IM എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ പോകാൻ പോകുന്ന ഡിസ്ട്രിക്റ്റ് NSC and IMന്റെ മണിപ്പൂർ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അവരുടെ കേഡർ സ്ട്രെങ്ത് 10,000-ന് മുകളിലാണ്. ഇന്ത്യൻ ആർമിയായിട്ട് യുദ്ധം ചെയ്തിട്ട് ആർമിക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റിയില്ല. സോ ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് സ്ട്രെങ്ത് ദേ ഹാവ്. അവരുടെ ഫണ്ടിങ് അതുപോലെയാണ്, അവരുടെ മുറയിൽ അതുപോലെയാണ്. സോ ഗോണ ബി എ ബിഗ് ചലഞ്ച്. അവർക്ക് മ്യാൻമാറിൽ പ്രസൻസ് ഉണ്ട്. ഇവിടെ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകുന്ന സമയത്ത് ദേ ക്യാൻ മൂവ് ടു മ്യാൻമാർ ആൻഡ് ക്യാൻ കം ബാക്ക് അറ്റ് എനി ടൈം ആൻഡ് ഹിറ്റ് അസ്. അതുണ്ട്. പിന്നെ മിലിറ്റന്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഒരു നക്സൽസ് ഒന്നുമില്ല, പക്ഷെ ഇൻസർജൻസി ഇഷ്യൂസ് ഒരുപാടുണ്ട്. സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻ സൈൻ ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. അതായത് ഗവൺമെന്റുമായിട്ട് ടോക്സിലിരിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. അവർ കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് അവരുടെ സംസാരിക്കാൻ. നമുക്ക് അവരുടെ ക്യാമ്പിൽ പോകാം, നമുക്ക് അവരെ വിസിറ്റ് ചെയ്യാം, നമുക്ക് അവരുടെ കാര്യങ്ങൾ പറയാം. അവരെ കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തെടുപ്പിക്കാൻ പറ്റും. ഇത് സൈൻ ചെയ്യാത്ത ഗ്രൂപ്പുകളുണ്ട്. ദേ വിൽ നെവർ കം ബട്ട് ദേ വിൽ അറ്റാക്ക്. അവരാണ് ഈ ആംബുഷ് ചെയ്യുന്നത്. ഈ സൈൻ ചെയ്ത് എന്നാണ് പറയുക, സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻ സൈൻ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകൾ ആംബുഷ് ചെയ്യില്ല. ലാൻഡ് മൈൻ വെക്കുക, ആളുകളെ കൊല്ലുക, ഇങ്ങനത്തുള്ള പരിപാടിയൊന്നും അവർ ചെയ്യില്ല. അവർ അത്യാവശ്യം നല്ല സുഖിച്ച് ജീവിക്കുക. അവർക്കൊരു ക്യാമ്പ് ഉണ്ടാകുക, അവർക്ക് അലവൻസ് കിട്ടും, അവർക്ക് നല്ല റെസ്പെക്ട് കിട്ടും സൊസൈറ്റിയിൽ, ഇവരുടെ പഴയ ഹീറോസ് എന്നുള്ള രീതിയിൽ അവർ നല്ല ലാവിഷായിട്ടായിരിക്കും ജീവിക്കുന്നത്. ബാക്കി കാട്ടിലൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ടാവും, മിലിറ്റന്റ് ഗ്രൂപ്പ്സ്. മേ ബി ആൻറ്റി ഇന്ത്യ ഗ്രൂപ്പുകളുണ്ട്. അതായത് പൊതുവേ നോർത്ത് ഈസ്റ്റിലെ പല ഗ്രൂപ്പുകൾക്കും ഉള്ളൊരു ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ അവരെ ചതിച്ചിട്ടാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് അവരെ കൊണ്ടുവന്നത് എന്നുള്ളൊരു പരാതിയുണ്ട്. അത് മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. അതായത് ഷില്ലോങ് പാലസിലേക്ക് മണിപ്പൂർ രാജാവിനെ വിളിച്ചു വരുത്തി സർദാർ വല്ലഭായ് പട്ടേൽ. പുള്ളിയുടെ ഗാർഡ്സിനെ ആരെയും അകത്തോട്ട് വിട്ടില്ല. പാലസിനകത്തോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തെ ഇന്ത്യൻ ആർമി പാലസ് വളഞ്ഞിരിക്കുകയാണ്. അപ്പം ഫുള്ള് തോക്കുകളുമായിട്ട് നമ്മുടെ സോൾജേഴ്സ് നിൽക്കുകയാണ്. ഇതിൻ്റെ നടുക്കൂടിയാണ് ഈ പാവപ്പെട്ടവൻ. ഇയാളാണെങ്കിൽ ഇന്നൊരു തോക്ക് കണ്ടിട്ട് പോലുമില്ല. പഴയ വാളും കുന്തമൊക്കെ ആയിട്ട് നടക്കുന്ന മനുഷ്യനാണ്. ഇയാളെ അകത്തോട്ട് വിളിച്ചിട്ട് ഒരു കസേര പോലും കൊടുത്തില്ല. എന്നിട്ട് ആക്സഷൻ ഉടമ്പടി എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞ് ഒപ്പിട്ടിട്ട് പോയിക്കോളാൻ പറഞ്ഞു. പുള്ളി ഒപ്പിട്ടിട്ട് പോയി. എന്നിട്ട് തിരിച്ചു പോയി പറഞ്ഞു എന്നെ ചതിച്ചിട്ടാണ് ഇന്ത്യയുടെ ഭാഗമായത്. ഇതൊക്കെ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ അവർ പറയുന്ന കഥകളാണ്. അപ്പോൾ ആൻറ്റി ഇന്ത്യ ഫീലിംഗ് ഉണ്ട് പല ഗ്രൂപ്പുകൾക്കും. അത് കുറേയൊക്കെ മാറി, ഡെവലപ്മെന്റ് വരുന്നതനുസരിച്ചിട്ട് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് ഞാനിപ്പോൾ പോകാൻ പോകുന്ന ഡിസ്ട്രിക്റ്റിൽ ആക്ച്വലി ഇഷ്യൂ ഉണ്ടായിരുന്നു. അവർ ഒരു ബൂത്ത് ആക്രമിച്ചിരുന്നു. അവർ EVM അടിച്ച് തകർത്തിട്ട് നമ്മളവിടെ റീപോൾ നടത്തി. റീപോൾ നടത്തുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ ഫോഴ്സസിനെ അങ്ങോട്ടാക്കി. അപ്പോൾ നമുക്ക് ഫോഴ്സസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നെ ഉണ്ട്, അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്പോട്ടുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് നമ്മൾ എക്സ്ട്രാ ഒബ്സർവറെ വെക്കും, മൈക്രോ ഒബ്സർവറെ വെക്കും. അതിന് കൂടുതൽ ഫോഴ്സിനെ അയക്കും. ഫുള്ള് CAPF ആണ്, നമ്മൾ ലോക്കൽ പോലീസിനെ അയക്കില്ല. ലോക്കൽ പോലീസ് ലൈക്ക് ട്രസ്റ്റഡ് അല്ല, കാരണം അവരുടെ സ്വന്തം കമ്മ്യൂണിറ്റിയാണ്. പിന്നെ അവരത്ര ട്രെയിൻഡും അല്ല. ഉണ്ടായിരുന്നു. അടുത്ത ചലഞ്ചാണ്, ഹെവി ചലഞ്ചാണ്. അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അടുത്ത ഇലക്ഷൻ ഇഷ്യൂ ഉണ്ടാവും. അസംബ്ലി ഇലക്ഷൻ ലൈക്ക് സ്കെയറി. ലോക്സഭ ഇലക്ഷൻ 2 സീറ്റേ ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ആർക്കൊക്കെയാണ് പോകുന്നത്. ഇത്തവണ ഭയങ്കര ബ്രൂട്ടൽ മെജോറിറ്റി ആയിരുന്നു. അതുകൊണ്ട് കാര്യമായിട്ട് ബാധിച്ചില്ല. 1-2 ഇടത്തെ
ചെറിയ ഇഷ്യൂസ് ഒഴിച്ചു കഴിഞ്ഞാൽ അല്ല ഇറ്റ് വാസ് എ ഹ്യൂജ് സക്സസ്. മണിപ്പൂർ ഇലക്ഷൻ കൺസിഡറിങ് ദ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ദയർ. ട്രസ്റ്റ് ബിൽഡിംഗ് എക്സസൈസ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ഇല്ല എന്നല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിലിറ്റൻസി നോർത്ത് ഈസ്റ്റിൽ തുടങ്ങുന്നിടം മുതൽ മിലിറ്റൻസി വാസ് കൺസിഡർഡ് ആസ് എ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ. എനിക്ക് തോന്നുന്നു വാജ്പേയി ഗവൺമെന്റിന്റെ സമയത്താണ് ഒരു ഹോം സെക്രട്ടറിക്ക് ഒരു തോന്നലുണ്ടായി ഇതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അല്ല, നോർത്ത് ഈസ്റ്റ് ഈസ് ഫേസിങ് എ ഡെവലപ്മെന്റൽ ഇഷ്യൂ. അന്ന് തൊട്ടാണ് അപ്രോച്ച് മാറിയത്. അപ്രോച്ച് മാറിയിട്ട് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ആർ പീപ്പിൾ. നമ്മുടെ കുടുംബത്തിൽ ഒരാളെ തലതിരിഞ്ഞ് പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചവിട്ടി പുറത്താക്കുമോ? അതുപോലെ തന്നെ നമ്മുടെ ആളുകളാണ്, നമ്മുടെ മനുഷ്യന്മാരാണ്. ചിലപ്പോൾ കുറച്ച് വിവരം കുറവുണ്ടാവുമായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ ആയിരിക്കാം, ചിലപ്പോൾ മറ്റു റിസോഴ്സ് ഉണ്ടാവില്ലായിരിക്കാം. റിസോഴ്സ് കൂടുതൽ കൊടുക്കുന്നിടത്തോളം, ഡെവലപ്മെന്റ് കൂടുതൽ ഉണ്ടാകുന്നിടത്തോളം സിറ്റുവേഷൻ മാറും. ഡെവലപ്മെന്റ് ഇസ് ദ ഓൺലി വേ ഔട്ട്. അല്ല, അവിടുത്തെ മിക്ക ആളുകൾക്കും ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയാം, അവർ എഡ്യൂക്കേറ്റഡ് ആണ്. പിന്നെ തീരെ ഒഴിവാക്കാൻ പറ്റാത്ത സമയത്ത് നമ്മളൊരു ട്രാൻസ്ലേറ്റർ വെക്കും. എല്ലാ ലാംഗ്വേജും നമുക്ക് പഠിക്കാൻ പറ്റില്ല. 44 റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജ് ഉണ്ടാവും. ഓരോ മലയിലും ഓരോ ലാംഗ്വേജ് ആണ്. ഓരോ ഹിൽസിനും യുണീക്ക് ആയിട്ടുള്ള എന്ത് പറയുന്ന ലിപിയില്ലാത്ത ഭാഷകളുണ്ട് ഒരുപാട്. അവർ പല അവർ എഴുതാറില്ല, പലതും മാമൊഴിയായിട്ട് പറഞ്ഞു പോകുന്നതാണ്. ചിലതൊക്കെ ഇംഗ്ലീഷ് സ്ക്രിപ്റ്റിൽ എഴുതും. മിക്ക ആളുകൾക്കും അങ്ങനത്തെ ഉള്ള ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്, ഇതൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയുള്ള ആരെങ്കിലും ഒരാളെ നമ്മൾ ട്രാൻസ്ലേറ്ററായിട്ട് ഉപയോഗിക്കും. അങ്ങനൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ. പുറലോകം വളരെ കുറച്ച് അറിഞ്ഞിട്ടുള്ളൂ. മണിപ്പൂർ നടന്നത് അതിലും ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങളറിയുന്നത് ഇവിടുത്തെ മനോരമയിൽ എഴുതുന്ന സംഭവമല്ലേ. മനോരമയിൽ എഴുതുന്നത് നിങ്ങൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എൻ്റെ അറ്റത്ത് എഴുതിയിട്ടുണ്ടാകും ജാവേദ് പർവേഷ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിയാണ് നോർത്ത് ഈസ്റ്റിൻ്റെ വെസ്റ്റ് ബംഗാളിൻ്റെ മനോരമയുടെ ഹെഡായിട്ടുള്ള ആൾ. പുള്ളിയാണ് ഈ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതുന്നത്. പുള്ളിയാണ് ആദ്യമായിട്ട് ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന പുള്ളിയാണ്. പുള്ളി എൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ്. പുള്ളി പതുക്കെ എന്താ ഒരു ഇഷ്യൂ അറിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് അറിയാറുള്ളൂ. അറിഞ്ഞതിന് ശേഷമാണ് പുള്ളി അവിടെ വന്നിട്ട് വെരിഫൈ ചെയ്യുന്നത് ഇതൊക്കെ ഉള്ളതാണോ എങ്ങനെയാണ്. പത്രത്തിൽ വന്ന കാര്യങ്ങളെല്ലാം ഏതാണ്ട് ഉള്ളതാണ്, പ്രത്യേകിച്ച് മനോരമയിൽ. അപ്പം നമ്മളാണ് അവിടുത്തെ അതിൻ്റെ വെറാസിറ്റി വെരിഫൈ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് മലയാളികൾക്ക് അറിയാം നടക്കുന്നത് എന്താണെന്ന്. പിന്നെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ആംഗിൾ അതിനകത്തില്ല. അത് 2 കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള പ്രശ്നമാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റികളുടെ രീതിയാണ് എത്നിക് ക്ലെൻസിങ് എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റി അവിടുന്ന്, അതായത് ബേസിക്കലി ഇവിടുത്തെ ഇഷ്യൂ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പൂരിൽ ലാൻഡ് സർവേഡ് അല്ല. ഇപ്പം ഈ നിൽക്കുന്ന ബിൽഡിങ് അപ്പോൾ ഇതിനൊരു ഓർഡർ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തത്? ഇതെന്നും അയാളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് റെന്റിന് കൊടുക്കാം, ഇത് ലീസിന് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് എന്തെങ്കിലും കൊമേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതേസമയം ഇത് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം വേറൊരാൾ, കുറച്ചും കൂടി ശക്തനായിട്ടുള്ള ഒരാൾ 3-4 പേരുമായിട്ട് വന്നിട്ട് അയാളെ ഇറക്കി വിട്ടിട്ട് ഇന്നു മുതൽ ഈ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥൻ ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യുമോ? ചെയ്യില്ല. അതാണ് മണിപ്പൂരിന്റെ പ്രശ്നം. മണിപ്പൂരിൽ ലാൻഡ് സർവേഡ് അല്ല, ലാൻഡ് രജിസ്റ്റർ ചെയ്യാറില്ല, കമ്മ്യൂണിറ്റി ഓണർഷിപ്പാണ്. എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി തന്നെയാണ് ഒപ്പോസ് ചെയ്യുന്നത് ലാൻഡ് സർവേ ചെയ്യാതിരിക്കാനായിട്ട്. അതായത് ഓരോ കമ്മ്യൂണിറ്റിയും തങ്ങളുടെ ഈ ഒരു അഗ്രസീവ് സ്കില്ലുകളെ, തങ്ങളുടെ സ്ട്രെങ്ത്തിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ബാക്കിയുള്ള എല്ലാ കമ്മ്യൂണിറ്റിയും ഞാൻ അടിച്ചുവിടുന്ന് പുറത്താക്കും, അപ്പം ഞാൻ മാത്രമോ ഇവിടെ, ആ സമയത്ത് സർവേ ചെയ്യാം, അതുവരെ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെയാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പോൾ സർവേ ചെയ്യാനുള്ള അറ്റംപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവർ ഒപ്പോസ് ചെയ്യും. ഇതാണ് ബേസിക് ഇഷ്യൂ. അപ്പോൾ മണിപ്പൂരിൽ ഇംഫാലിൽ കുറച്ച് ഏരിയ ലാൻഡ് സർവേഡ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലാൻഡ് അക്വിസിഷൻ വരുന്നെന്ന് വെച്ചോ, ഒരു നാഷണൽ ഹൈവേ വരികയാണ്, ഭൂമി ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ്. കിലോമീറ്ററുകളുള്ള സ്ട്രെച്ച് ഒരാളുടെ ആയിരിക്കും. ഈ പൈസ ഒരാളുടെ അക്കൗണ്ടിലോട്ടാണ് വരുന്നത്, വില്ലേജ് ചീഫാണ്. ഈ വില്ലേജ് ചീഫിന്റെ പോക്കറ്റിലോട്ടാണ് ഈ പൈസ പോകുന്നത്. ആ വില്ലേജിൽ ആർക്കും കിട്ടത്തില്ല, അതവിടെ എല്ലാം ടെനൻസ് ആണ്. കിങ്ഷിപ്പാണ് ബേസിക്കലി, ഡിവൈൻ ഒറിജിൻ, ദൈവത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള, നേരിട്ട് അഭിഷിക്തരായിട്ടുള്ള ചീഫാണ് ഭരിക്കുന്നത്. അയാളുടെ മൂത്ത മകനായിരിക്കും അടുത്ത ചീഫ്. അപ്പോൾ ഈ പൈസ ഇയാളുടെ അക്കൗണ്ടിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഒരു 20 കോടി രൂപ ഇയാൾക്ക് കിട്ടി എന്ന് വെച്ചോ, ഒരു ലാൻഡ് അക്വിസിഷന്റെ കേസ് വന്നിട്ട്. ട്രൈബൽസ് ആണ്, ഇൻകം ടാക്സ് ഇല്ല. ഈ 20 ലക്ഷം രൂപ ഇയാളുടെ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. എന്തുകൊണ്ടാണ്? ഇത് സർവേഡ് അല്ല. നാളെ വേറൊരാൾ വന്നിട്ട് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാം. ഇയാൾ നേരെ പോയി ഇംഫാൽ ഇൻവെസ്റ്റ്. അപ്പോൾ ഇവർക്ക് ST സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ട് ഇവർക്ക് ഹിൽസ് എല്ലാം ഇവരുടേതാണ്. കുക്കി, നാഗ, മൈത്തേയി 3 കമ്മ്യൂണിറ്റിയാണ്. നാഗാസും കുക്കികളും ST സ്റ്റാറ്റസ് ഉള്ളവരാണ്. മൈത്തേയികൾക്ക് OBC സ്റ്റാറ്റസ് ആണ്. അപ്പോൾ ST സ്റ്റാറ്റസ് ഉള്ളവർക്ക് ഹിൽസിലോട്ട് സ്ഥലം വാങ്ങാൻ പറ്റുള്ളൂ. ഇതാണ് അവിടുത്തെ ഐഡിയ. അപ്പോൾ ഈ കുക്കികളും നാഗകളും താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഇംഫാലിൽ സ്ഥലം വാങ്ങിക്കൂട്ടാൻ തുടങ്ങി.
ഇംഫാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എൻ്റെ ഏരിയ മണിപ്പൂരിൻ്റെ 10% മാത്രമേ ഉള്ളൂ. 50% മേളിൽ ആളുകൾ താമസിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ റിസോഴ്സിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള സ്കേഴ്സിറ്റി ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ഒരു മൈത്തൈ ആൾ ഒരു 50 ലക്ഷം രൂപയ്ക്ക് മേടിക്കാം എന്ന് പറഞ്ഞ് നോക്കി വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി മറ്റേ ആൾ വന്നിട്ട് 1-2 കോടിക്കാണ് മേടിക്കുന്നത്. അയാൾക്കത് കിടന്നാൽ മതി. ആ 20 കോടിയുടെ പ്രോപ്പർ വാല്യൂ അയാൾക്ക് കിട്ടണം എന്നില്ല. അയാൾക്ക് 5 കോടിയുടെ കിട്ടിയാൽ മതി, ബാക്കി 15ന്റെ വാല്യൂ പൊക്കോട്ടെ. ഇത് മൈത്തൈകളെ അസ്വസ്ഥരാക്കി. അങ്ങനെയാണ് അവർ ST സ്റ്റാറ്റസിന് വേണ്ടിയിട്ട്. അപ്പോൾ ST സ്റ്റാറ്റസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും അവിടെ പോയിട്ട് സ്ഥലം വാങ്ങാമല്ലോ. പക്ഷേ ST സ്റ്റാറ്റസ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അതിന് പ്രത്യേക കമ്മീഷൻ ഉണ്ട്. കമ്മീഷൻ വന്നിട്ട് ബാക്ക്വേർഡ്നെസ്സിനെ കുറിച്ചിട്ട് പഠിക്കണം. മൈത്തൈകൾ റീസണബിളി വെൽ ഓഫ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഈ കമ്മീഷൻ വന്നിട്ട് ഇവരുടെ ബാക്ക്വേർഡ് സ്റ്റാറ്റസ് പഠിച്ചിട്ട് ഇവർക്ക് ST സ്റ്റാറ്റസ് കിട്ടത്തില്ല. ഇതുകൊണ്ട് എന്ത് ചെയ്തു, ഇവരൊരു ഒരു ഷോർട്ട് കട്ട് നോക്കി. ഇവർ അവിടുത്തെ കോടതിയിൽ നിന്നൊരു ജഡ്ജ്മെൻറ്റ് വാങ്ങി. മൈത്തൈകൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ST സ്റ്റാറ്റസ് കൊടുത്തിട്ട് റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനെതിരെ പ്രതിഷേധം നടന്നു. ഈ പ്രതിഷേധം ഗവൺമെൻറ് അടിച്ചമർത്തി. ഇത് ഭയങ്കര റിയാക്ഷനായി. അല്ല, അതായത് എവിടെയോ ആരുടെ കോട്ടാണെന്ന് എനിക്കറിയില്ല. ഇന്നലെ വരെ ഞാൻ ഭയങ്കര ഐഡിയലിസ്റ്റിക് ആയിരുന്നു. ലോകത്തെ ചേഞ്ച് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് ഞാൻ പ്രാക്ടിക്കലാണ്. ഞാൻ എന്നെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. അല്ല, ഞാൻ കുറച്ച് പ്രാക്ടിക്കലായിരുന്നു. എൻ്റെ അടുത്ത് പണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂവിനൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മീഡിയയുടെ ഇന്റർവ്യൂവിനകത്തൊക്കെ. നിങ്ങൾ ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം, ഏത് മേഖലയാണ് നിങ്ങൾ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത്? ഓരോരുത്തരുടെ നീഡ് ഭയങ്കര ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഓരോ സ്ഥലത്തും ചെന്നിട്ട് എന്താണോ അവിടുത്തെ നീഡ്, ആളുകൾക്ക് വേണ്ടാത്തൊരു കാര്യം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. വാട്ട് എവർ വി ഡു പീപ്പിൾ ഷുഡ് അക്സെപ്റ്റ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, ഭയങ്കര ഹില്ലി ആയിട്ടുള്ള പ്രസ്റ്റീൻ ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് നമ്മൾ ഭയങ്കരമായിട്ടുള്ള മാസീവ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നെന്ന് വെച്ചോ, അവരുടെ ലൈഫിന്റെ ബാലൻസ് ആയിട്ട് വി ഷുഡ് നോട്ട് ഡു. ആളുകൾ നമ്മുടെ അടുത്ത് നിന്ന് ഡിമാൻഡ് ചെയ്യും, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടുന്നത്, ട്രൈ ടു പ്രൊവൈഡ് ദാറ്റ്, എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ. ഇതാണ് നമ്മുടെ ഒരു രീതി. ഇപ്പോൾ കേരളത്തിലുള്ള ആളുകളുടെ ഡിമാൻഡും അല്ലെങ്കിൽ മണിപ്പൂർ തന്നെയാണെന്നുണ്ടെങ്കിൽ പല ജില്ലയ്ക്കും പല ഡിമാൻഡായിരിക്കും. അപ്പം ഞാനങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തേ കളഞ്ഞേക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബേസിക്കലി സൊസൈറ്റിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വി വോണ്ട് മേ ബി കോംപ്രമൈസ് ചെയ്യപ്പെടേണ്ടി വന്നേക്കാം. കാരണം നമുക്ക് കിട്ടുന്ന റോള് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. എനിക്ക് ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ എനിക്കൊന്നും ചെയ്യില്ല, ഞാൻ ഭയങ്കര ഡിപ്രസ്ഡായി. ഞാൻ എൻ്റെ ഒരു ഫാക്കൽറ്റി ഉണ്ടായിരുന്നു ലബാസിനിൽ IAS അക്കാഡമിയിൽ ഒരു ഫാക്കൽറ്റി ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഭയങ്കര ശോകത്തിലാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ എന്തൊക്കെയോ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ചാൾ വെയിറ്റ് ചെയ്യും, അത് കഴിയുമ്പോൾ അവസരം വരുമെന്ന്. കഴിഞ്ഞില്ല, 6 മാസത്തിനകത്ത് കലാപം തുടങ്ങി. ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നില്ല. മേ ബി എനിക്ക് തോന്നുന്നു, എനിക്ക് ഇങ്ങനത്തുള്ള സിറ്റുവേഷനാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. ഒരു ഡേ ടു ഡേ അഫെയർ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാളും ഒരു ഓഫീസ് കൃത്യമായിട്ട് ഇങ്ങനെയാണ് റൺ ചെയ്യണം എന്ന് പറയാൻ എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ആര് ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുത്തോളാൻ പറയും. എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഞാനൊരാളുടെ അടുത്ത് നിന്ന് ലീവ് ചോദിക്കുമ്പോൾ അയാൾ എൻ്റെ അടുത്ത് എടുക്കണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമാണ്. അതുപോലെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാൾ ഞാൻ പറയും എടുത്തോളാൻ പറയും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു ഓഫീസ് സ്ട്രിക്റ്റ് ആയിട്ട് റൺ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷേ ഇത് കണക്കുള്ള ടാസ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി ഇന്റർവ്യൂ എക്സ്പീരിയൻസ്, അത് പകുതി ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു ഫയർഫോഴ്സ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായിരുന്നു. പിന്നെ എൻ്റെ ഹോബി ഒരു സൈക്കോളജിയുടെ ഒരു സംഭവമായിരുന്നു. ഇങ്ങനെ ബാക്കി പകുതി അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. മീൻസ് എങ്ങനെയാണ് ബിഹേവിയറൽ ഇൻസൈറ്റ്സ് ഇൻ ടു പോളിസി മേക്കിംഗ് എന്നാണ് ഞാൻ വെച്ചത്. സംഭവമൊന്നുമില്ല, സൈക്കോളജി ഇത്രേ ഉള്ളൂ. ഡാനിയൽ കെയ്നാന് നോബൽ സമ്മാനം കിട്ടിയ ഐഡിയ ഉണ്ടല്ലോ, നഡ്ജ്. അതായത് മതിൽ നിൽക്കുന്ന ആൾക്ക് ചെറിയ ഒരു തള്ളു കൊടുക്കുക, ആ ഒരു ഐഡിയ. എക്കണോമിക് പ്രിൻസിപ്പിൾസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വേലൈക്കാരൻ സിനിമ കണ്ടിട്ടുണ്ടോ? വേലൈക്കാരൻ, ഫഹദ് ഫാസിൽ, ശിവകാർത്തികേയൻ ഉണ്ട്. അതിനകത്ത് ഫഹദ് ഫാസിൽ ശിവകാർത്തികേയൻ്റെ അടുത്ത് പറയുന്നൊരു സംഭവമുണ്ട്, ഒരു സൂപ്പർ മാർക്കറ്റിനെ കുറിച്ചിട്ട്. സൂപ്പർ മാർക്കറ്റിൻ്റെ വിൻഡോസ് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ടൈം അറിയരുത്. സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് ക്ലോക്കുകൾ കാണാൻ പറ്റില്ല. ടൈമിനെ കുറിച്ചിട്ട് നിങ്ങൾ അവെയർ ആകാൻ പാടില്ല. നിങ്ങൾ ചെല്ലുമ്പോഴേ, നിങ്ങളൊരു പാക്കറ്റ് ഉപ്പ് മേടിക്കാനായിരിക്കും ചെല്ലുന്നത്. നിങ്ങൾ ചെല്ലുമ്പോഴേ നിങ്ങളുടെ കയ്യിൽ ഒരു ട്രോളി എടുത്ത് തരും, അല്ലെങ്കിൽ ഒരു വലിയ ബാഗ് എടുത്ത് തരും. അതിനകത്ത് നിങ്ങൾ ഒരു പാക്കറ്റ് ഉപ്പ് മാത്രം ഇടുകയാണെന്നുണ്ടെങ്കിൽ യു ഫീൽ ഗിൽറ്റി. എന്തെങ്കിലും കൂടിയൊക്കെ വാങ്ങണം. അതുപോലെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനങ്ങൾ
അരി, പഞ്ചസാര, മുളക് ഏറ്റവും അറ്റത്തായിരിക്കും വെച്ചേക്കുന്നത്. കാരണം ഇത്രയും ടെംപ്റ്റേഷൻ കടന്നു വേണം നിങ്ങൾ അവിടം വരെ ചെല്ലാൻ. അതിനകത്ത് ഏറ്റവും കൂടുതൽ സ്മെല്ലുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. നിങ്ങളുടെ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് സൈഡ് ഈ സ്മെൽ അട്രാക്ട് ചെയ്യും, നിങ്ങൾക്ക് എടുക്കാനുള്ള ടെൻഡൻസി വരും. കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഏറ്റവും താഴത്തെ നിലയിലായിരിക്കും. കാരണം കുട്ടി അതിനകത്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വേണ്ടെന്ന് പറയില്ല, വിൽ മോസ്റ്റ്ലി ടേക്ക് ഇറ്റ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് നമ്മൾ അവിടെ ചെന്നിട്ട് ഈ സാധനം എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ബില്ലടിക്കാൻ നിൽക്കുന്നിടത്ത് നല്ല ക്യൂ ഉണ്ടാവും. ഒരു സൂപ്പർ മാർക്കറ്റിന് നല്ല കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പോലും 1-2 ഇടത്തെ ബില്ലിംഗ് കൗണ്ടർ വെക്കുള്ളൂ. എന്തുകൊണ്ടാണ്? അവിടെ ക്യൂ വേണം, അവിടെ ആള് വേണം, ഉണ്ടെങ്കിൽ അവിടെ തിരക്കുണ്ടെന്ന് അറിയുള്ളൂ. ഈ ക്യൂവിൻ്റെ അടുത്ത് കുറേ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടാവും. നമ്മൾ അവിടെ നിന്ന് കുറേയൊക്കെ ഹാൻഡ് പിക്ക് ചെയ്തെടുക്കാൻ തുടങ്ങും. ഒരു പാക്കറ്റ് ഉപ്പ് മേടിക്കാൻ പോകുന്ന ആൾക്കാർ മോസ്റ്റ്ലി 25,000 രൂപയുടെ സാധനം മേടിച്ചുകൊണ്ടാണ് വരുന്നത്. സൂപ്പർ മാർക്കറ്റുകൾ ആ പ്രിൻസിപ്പിളിലാണ് നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതാണ്. നിങ്ങളെ പോലും അറിയാതെ നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതാണ്. ബേസിക്കലി സൈക്കോളജി ബിഹൈൻഡ് എക്കണോമിക്സ്. ഫേസ്ബുക്കിൻ്റെ റവന്യൂ എന്തോ അറിയും? ഫേസ്ബുക്ക് എന്താണ് വിൽക്കുന്നതെന്ന് അറിയും? ആഡ്സ് വഴിയാണ് ഫേസ്ബുക്കിൻ്റെ റവന്യൂ. വാട്ട് കൈൻഡ് ഓഫ് ആഡ്സ്? കസ്റ്റമൈസ്ഡ് ആഡ്സ് ആണ്. കസ്റ്റമൈസ്ഡ് ആഡ്സ് ആണ് ഫേസ്ബുക്കിൻ്റെ റവന്യൂ. ആ കസ്റ്റമൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാം? ലൈക്സ്, ഷെയർസ്, എനിത്തിങ് എൽസ്? കമൻസ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സാധനം നിങ്ങൾ ലൈക്ക് ചെയ്യില്ല. നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ആളിത് ലൈക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരിടത്ത് കാണിക്കും. നിങ്ങൾക്കും ബുദ്ധിയുണ്ട്, നിങ്ങളത് ചെയ്യില്ല. പിന്നെ എങ്ങനെയാണ്? പക്ഷേ ഫേസ്ബുക്കിന് സ്റ്റിൽ അറിയാം ടൈം സ്പാൻ. ഫേസ്ബുക്കിൻ്റെ പ്രോഡക്റ്റ് നിങ്ങളുടെ ടൈം സ്പാൻ ആണ്. നിങ്ങൾ എത്ര സെക്കൻഡ് അതിനകത്ത് ഹോൾഡ് ചെയ്തിരിക്കുന്നു, അതിനകത്ത് നോക്കിയിരിക്കുന്നു, അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആഡ് വരുന്നത്. നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജ് അല്ല സക്കർബർഗ് വിൽക്കുന്നത്. അതയാൾ ഒരിക്കലും ചെയ്യില്ല. കാരണം നിങ്ങളുടെ ട്രസ്റ്റ് അയാൾ ഉണ്ടാക്കുന്നതിനകത്തു നിന്നാണ്. അത് തേർഡ് പാർട്ടികളെ ചെയ്യുള്ളൂ. അവർ പരമാവധി ഇനി CIAയും FBI ആര് ചോദിച്ചു കഴിഞ്ഞാലും അവർ പരമാവധി റെസിസ്റ്റ് ചെയ്യും. കാരണം നിങ്ങളുടെ ട്രസ്റ്റ് അതിനകത്താണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന കാര്യം ഇതാണ്. എൻ്റെ കോൺഫിഡൻഷ്യൽ ചാറ്റ്സ് അത് പോവില്ല. കാരണം അവർ വിൽക്കുന്നത് നിങ്ങളുടെ ടൈം സ്പാനാണ്. അത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഏത് പോയിന്റിലാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, നിങ്ങൾ ലൈക്ക് ചെയ്യാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, നിങ്ങളുടെ ഫീഡ് ഒരു അൽഗോരിതം ഓരോരുത്തർക്കും വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫീഡ് അതിനനുസരിച്ച് എൻഹാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കും. ഏതാണോ നിങ്ങൾ സിംപ്ലി സ്കിപ്പ് ചെയ്യുന്നത് ആ ടൈപ്പ് സംഭവങ്ങൾ വരാതാവും. ഇങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് എന്ത് തോന്നും? നമുക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ഫീഡ് മാത്രമായിട്ട് മാറും. കണ്ടന്റ് മാത്രമായിട്ട് മാറും നമ്മുടെ ഫീഡ്. അപ്പോൾ നമുക്ക് തോന്നും നമ്മളെ പോലെയാണ്, നമ്മൾ ചിന്തിക്കുന്നതാണ് ശരി, നമ്മളെ പോലെയാണ് ലോകത്തുള്ള കംപ്ലീറ്റ് ആൾക്കാരും ചിന്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഒരു അഫിനിറ്റി ഉള്ള ഒരാൾ കുറച്ചെല്ലാം കഴിയുമ്പോഴത്തേക്ക് ആ പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഫീഡുകൾ മാത്രമേ അയാൾക്ക് വരുള്ളൂ. അപ്പോൾ അയാൾക്ക് തോന്നുന്നു ലോകം മൊത്തം എങ്ങനെയാണ് ചിന്തിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് വന്നതാണ്. ഇതാണ് ഫേസ്ബുക്കിൻ്റെ റവന്യൂ. ഈ സംഭവം ഫേസ്ബുക്ക് കമ്പനികൾക്ക് വിൽക്കുകയാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആഡ് വരുന്നത്. ഗൂഗിൾ എങ്ങനെയാണ്? ഗൂഗിൾ ഇപ്പോൾ കേൾക്കാൻ തുടങ്ങി. നിങ്ങളിപ്പോൾ രണ്ടുപേരുടെ അടുത്ത് പറയാണ് മൂന്നാർ വരെ ഒന്ന് പോയാലോ, ഉടനെ മേക്ക് മൈ ട്രിപ്പിനകത്ത് നിന്ന് ആഡ് വരും. മൂന്നാർ പോകാൻ പ്ലാൻ ഉണ്ടോ നിങ്ങൾക്ക്? ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ്? ദിസ് ഇസ് ഓൾ സൈക്കോളജി. ഇതിനെക്കുറിച്ച് ഇതായിരുന്നു എൻ്റെ ഹോബി. ബിഹേവിയറൽ ഇൻസൈറ്റ്സ് ഇൻ പോളിസി മേക്കിംഗ്. എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ പോളിസി മേക്കിങ്ങിൽ അപ്ലൈ ചെയ്തുകൂടാ? ഇങ്ങനെയായിരുന്നു. അവർക്ക് ഭയങ്കര ക്യൂരിയസ് ആയി. അവർ കുറേ ഇതിനെ പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ മെജോറിറ്റി പോർഷനും ഇങ്ങനെയായിരുന്നു പോയത്. പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടായി. UPSC റിസൾട്ട് വന്നതിന് ശേഷം ഇൻ്റർവ്യൂ ബോർഡിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു, നമ്മുടെ പഴയ ഹെൽത്ത് സെക്രട്ടറി. പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എനിക്ക് ഓർമ്മയുണ്ട്, ഇൻ്റർവ്യൂ നന്നായിരുന്നു, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ റെക്കഗ്നീഷൻ ആയിരുന്നു. Lead IAS, crafted by the toppers.